നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാ ശരി. രഘുവേട്ടനെ വെറുതെ പ്രാങ്ക് ചെയ്യണ്ടായിരുന്നു. ഇത്ര അടുപ്പുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞു. സാരല്ല, വീട്ടിൽ ചെന്നാലുടനെ അമ്മാവനോട് പറഞ്ഞ് രഘുവേട്ടന്റെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിക്കോളാം. അതെ, ജോലി മുഴുവൻ ബാക്കി എടുക്കുന്നു. കേറ്, പോവാം. പോട്ടെ. ഒന്നും പറയണ്ടടാ, സോഷ്യൽ മീഡിയ ചാനലില് ഒരു ഹിറ്റ് അടിച്ചിട്ട് കാലം കുറെ ആയി. സബ്ജക്ട് ഒരുപാടുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും പഴയ പോലെ ഏൽക്കുന്നില്ല. ആൾക്കാരുടെ ടേസ്റ്റ് മാറി വരാന്ന് തോന്നുന്നു. കോൺസെപ്റ്റിലൊന്നും ആൾക്കാർക്ക് ഒരു താല്പര്യമില്ല. അതെ അതെ, വളരെ പോസിറ്റീവായ പ്ലസന്റ് ആയ വീഡിയോസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ഗൗതം ഗോപിനാഥനോ? എടാ, ഞാൻ പിന്നെ വിളിക്കാവേ. അയ്യോ, ആ വീട്ടിലായിരുന്നു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. യുവ സംരംഭകനുള്ള പുരസ്കാരം നേടിയ ഗൗതം ഗോപിനാഥ് പത്രം വിൽക്കുന്നു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ഇന്ന് എന്റെ വീഡിയോ 1 മില്യൺ അടിക്കും. ചൂടുള്ള വാർത്ത. ഈ ജോലി തീർത്തിട്ട് പോവാനുള്ളതാ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. വീട്ടില് ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ഇങ്ങനെയാണോ സാറേ പത്രം ഇടുക? ഇത്ര നേരമായിട്ട് ഇതൊന്നും പഠിച്ചില്ലേ? സോറി, ഇനി ഞാൻ കൃത്യമായിട്ട് ഇട്ടോളാം. എങ്കിലേ ആ പത്രം പോയി നേരെ ആക്കിട്ട് വാ. അതാ വീട്ടുകാർ നേരെ ആക്കിക്കോളൂല്ലേ? പോയി ശരിയാക്ക് സാറേ. പോവാൻ നിക്ക് നിക്ക്. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ആ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലും പത്രം ഇടണം. യെസ്. ശരി മാഡം, പോയിട്ട് വാ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. എന്തിനാ ചിരിക്കുന്നേ? ഞാൻ കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ. വെറും ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കണ്ട മനുഷ്യന് ചിരി വരാതിരിക്കൂ? ഇതങ്ങനെ നിസ്സാരമായിട്ടൊന്നും കാണണ്ട. വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് പ്രമാണം. ശരി, നിനക്ക് പേടിയാണെങ്കിൽ ബാംഗ്ലൂർ ചെന്ന് ഞാൻ ജ്യൂസ് കുടിക്കില്ലാന്ന് തീരുമാനിച്ചേക്കാം. അതാണോ ഇതിനുള്ള പ്രതിവിധി? സാറിനെ അപകടപ്പെടുത്തണമെന്ന് തോന്നിയാ അവർക്ക് മുമ്പിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട്. എന്നെ അപകടപ്പെടുത്താൻ വേണ്ടി മിഥുനും ബാംഗ്ലൂർ വരെ വരേണ്ട കാര്യമില്ല. ഞാൻ കാറിൽ പോകുമ്പോ ഒരു ടിപ്പർ ലോറി കൊണ്ടുവന്നിരിച്ചാ പോരെ? ഞാൻ ടാറ്റ പറഞ്ഞ പരലോകത്ത് പോവില്ലേ? സാറേ, ചങ്ക് പൊളിക്കുന്ന വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, പിടിച്ച് നല്ല കടി വെച്ചേരും ഞാൻ. അയ്യോ, അതുകൊണ്ടാ സെപ്റ്റിക്കായ പ്രശ്നമാവുന്നേ. ബാംഗ്ലൂർ യാത്ര മുടങ്ങും. പിന്നെ ഒരു ബാംഗ്ലൂർ യാത്ര. ഞാൻ ഇതൊക്കെ ആരോടായി പറയുന്നേ? ശിവാനിയുടെ കൂടെ ടൂറ് പോവാൻ കാത്തിരിക്കാവും. പൊയ്ക്കോ, എനിക്കെന്താ ചെയ്തു? ശരിയാ, ടൂറ് പോകാൻ ഞാൻ കാത്തിരിക്കുക. ബിസിനസ് കോൺക്ലേവ് എന്ന് പുറമേ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഹണിമൂൺ യാത്രയാ. ചിലപ്പോ ഈ യാത്ര എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനൊരു വേൾഡ് ടൂറ് തന്നെ നടത്തും. എങ്കിൽ ഞാൻ സോറിനെ കൊന്നു കൊല വിളിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ശിവാനിയുമായി ടൂറ് പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ ശിവാനിയുടെ കൂടെ പോകുന്നു പറഞ്ഞില്ലല്ലോ. പിന്നെ ഒറ്റയ്ക്കാണോ സാർ ഹണിമൂണിന് പോകുന്നത്? ഞാൻ പോകുന്നത് എന്റെ ഭാര്യയുടെ കൂടെയാ, മിസ്സസ് നിധി ഗൗതമിന്റെ കൂടെ. സ്കൂൾ ഫംഗ്ഷനും ആപ്പ് ലോഞ്ചിങ്ങിനും ഒക്കെ സംഭവിച്ച പോലെ നമ്മൾ രണ്ടുപേരും 2 വീടുകളിൽ നിന്നും ഇറങ്ങും. എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടും. പിന്നെ ഒരുമിച്ചങ്ങ് പറവറക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഞാൻ വരില്ല. എന്നോടുള്ള സാറിന്റെ സ്നേഹം എനിക്കറിയാം. എന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള താല്പര്യവും അറിയാം. അതൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? ഈ യാത്ര നമ്മളിനി നടത്താനിരിക്കുന്ന ജീവിതയാത്രയിൽ നല്ലൊരു തുടക്കാവും ചെയ്യും. ഞാൻ സാറിന്റെ ഗേൾ ഫ്രണ്ട് അല്ല സർ.
ഭാര്യയാണ്. നമ്മളെ ഒളിച്ചോടി വിവാഹം കഴിച്ചവരുമല്ല. ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ സാക്ഷി നിർത്തിയ സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതുകൊണ്ട് പാത്തും പതുങ്ങിയും സാറിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യില്ല. സാറിന്റെ വീട്ടുകാരറിഞ്ഞ് വസുന്ധര ആന്റി അടക്കം എല്ലാവരും അംഗീകരിച്ചിട്ടേ നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് നടക്കും. അതെന്തിനാ അങ്ങനെ ഒരു വാശി? നമ്മള് തമ്മിൽ അടുപ്പത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സാറ് അമ്മ ഇന്ന് മനസ്സറിഞ്ഞ് വിളിക്കുന്ന ആള് നമ്മുടെ ബന്ധം അംഗീകരിച്ചിട്ടില്ലല്ലോ. എന്നെ കുറിച്ചൊരു വലിയ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ച് അതിന് മാക്സിമം പ്രചരണം കൊടുക്കുകയാണ് വസുന്ധര ആന്റി. എന്റെ സ്ഥാനത്ത് ശിവാനിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ് ആന്റി. ആ സാഹചര്യം എത്രയും പെട്ടെന്ന് മാറ്റണം. നീയുമായി ഉണ്ടെന്ന് മിഥുൻ പറയുന്ന ബന്ധം ഫേക്ക് ആണെന്ന് തെളിയിച്ചാൽ അമ്മയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറും. അതെ, തൽക്കാലം എന്റെ ലക്ഷ്യം അത് തന്നെയാ. ഞാൻ തെറ്റുകാരി അല്ലാന്ന് എനിക്ക് തെളിയിക്കണം. അതാ എനിക്ക് അത്യാവശ്യം. അല്ലാതെ ബാംഗ്ലൂർ യാത്രയോ ഹണിമൂണോ ഒന്നും അല്ല. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. നിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. അതിനുള്ള ശ്രമങ്ങള് തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ തെളിയിക്കും? സാർ ഏത് വഴിക്കാ ശ്രമിക്കുന്നത്? യാമിനെ വിളിക്കുന്നത്. ആ, കുഞ്ഞുവാവെ കാണാത്തതുകൊണ്ടേ ആന്റി വിളിപ്പിക്കുന്നതാവും. എടുത്ത് സംസാരിക്കും. ആ മോളെ പറ. ഏട്ടൻ അതിരാവിലെ ഇവിടുന്ന് പോയത് ഏട്ടത്തേരെ കൂടെ പത്രവിതരണം നടത്താനാണോ? ആ ഇതിനിടയിൽ നീ തെറിഞ്ഞോ? ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. നമ്മുടെ വീട്ടിൽ പത്രം ഇടുന്ന പത്രക്കാരൻ ചേട്ടൻ പത്രം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അയാളാവും നിന്നോട് പറഞ്ഞത് അല്ലേ? അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെങ്ങനെ നീ ഈ രഹസ്യം അറിഞ്ഞു? അയ്യോ ഏട്ടാ, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനി CEO ഗൗതം ഗോപിനാഥിന്റെ പത്രവിതരണ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുക. അയ്യോ, അതെങ്ങനെ? എന്താ സാർ, എന്താ പ്രശ്നം? ഏതോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏട്ടന്റെ പത്രവിതരണ വീഡിയോ വെച്ച് സകല സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ട് ഞാനിത് അറിഞ്ഞത്. ഏട്ടൻ ഭാര്യയെ സഹായിച്ചതാണെന്നും ഏട്ടന്റെ എളുമ ഭീകരമാണെന്ന ഒരു പക്ഷം. മറ്റുള്ളവർ പറയുന്നതേ ഏട്ടന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് കുത്തോളം എടുത്തുന്നാ. ഒന്നും വേണ്ട, നീ മനുഷ്യനോട് ഞാൻ പറഞ്ഞതാ. അപ്പൊ ഇങ്ങർക്ക് പത്രം ഇട്ട് റൊമാൻറ്റിക് ആവണം. നിത്യവൃത്തിക്ക് ഓരോ പാവങ്ങൾ ചെയ്യുന്ന തൊഴില് പോലും നിന്റെ ഏട്ടന് റൊമാൻസാ. ഇങ്ങനൊരു റോമിയോ തന്നെ എന്റെ തല വന്ന് വീണല്ലോ ഈശ്വര. റോമിയോ ജോലിയേട്ടനെയും ഇന്ന് വസുന്ധരന്റെ പൊക്കും. പൊന്നുമോളെ, അമ്മയൊന്നും അറിയില്ല. ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന മുമ്പ് നീ ആ വൈഫ് ഓഫ്. ഉഗ്രൻ ഐഡിയ. എന്റെ ഏട്ടാ, ഇതിനകം ആ വീഡിയോ ആന്റിക്ക് കിട്ടിക്കാണും. ഓരോ തൊഴിലും ഇല്ലാണ്ട് മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരി ആന്റിക്ക് അത് അയച്ചു കൊടുത്തു കാണും. ഷുവർ. ആ വീഡിയോ അത്ര പ്രശ്നമാണോ? ഏട്ടനൊന്ന് കണ്ടു നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഏട്ടനും ചേച്ചിക്ക് അയച്ചിട്ടുണ്ട്. ശരി, നീ അമ്മയൊന്ന് വാച്ചി. പൊട്ടിത്തെറി സ്ട്രോങ് ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഈ വഴി വല്ല ദേശാടനത്തിന് പോയേക്കാം. ഓ, ചേച്ചി ഏട്ടനെ വിട്ടത് തന്നെ. ശരി, ഞാൻ എന്തായാലും കാലാവസ്ഥ നോക്കിയിട്ട് വിളിക്കാം. ശരി ശരി. ഏട്ടന്റെ റൊമാൻസും നല്ല കോമഡി തന്നെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അവളെ പരിഗണിക്കാൻ സമയം കിട്ടാത്ത ആളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചൂടുള്ള വാർത്ത. യുവ സംരംഭകനുള്ള പുരസ്കാരം നേടിയ ഗൗതം ഗോപിനാഥ് പത്രം വിൽക്കുന്നു. ചൂടുള്ള വാർത്ത. വീഡിയോയിൽ കാണുന്നത് ആരാണ് ഗൈസ്? എനി ഗസ്? സംശയിക്കണ്ട, ഇന്ത്യയിലെ ഏറ്റവും നല്ല യുവ സംരംഭകനുള്ള പുരസ്കാരം നേടിയ ഗൗതം ഗോപിനാഥ് തന്നെയാണ് ഈ വീഡിയോയിൽ പത്രവിതരണം നടത്തുന്നത്. കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി നിധി ഗൗതമാണ്. ഈ പെൺകുട്ടി എനിക്കറിയാം, പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇന്നത്തെ കാലത്ത് മിനിമം 4 ചാനലെങ്കിലും ഇല്ലാതെ വീടുകൾ കാണില്ല. പക്ഷെ ഇവരെന്തിനാ നമ്മുടെ നെഞ്ചത്ത് കയറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൗതം സാറിന് ഇപ്പൊ കഷ്ടകാലമാണ് മോളെ. നിധിയുടെ കൂടെ പാലും പത്രവും വിതരണം ചെയ്യുന്ന കണ്ട് ഞാൻ കാര്യം ചോദിച്ചു. അപ്പോഴാ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ കാര്യം സാറ് പറയുന്നത്. ദൈവമേ.